എല്ലാവർക്കും നമസ്കാരം. വിവാഹം നടക്കുന്നതിനും സന്താന സൗഭാഗ്യത്തിനും ദോഷങ്ങൾ നീങ്ങാൻ വേണ്ടിയും നാഗദേവതകൾക്ക് പ്രത്യേകമായി വഴിപാടുകളുള്ള ഒരു ക്ഷേത്രം, പാർവതി സമേതനായ സാക്ഷാൽ മഹാദേവന്റെ ക്ഷേത്രം. അതെ, അത്തരത്തിലൊരു ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായി എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. 300 അടി ഉയരമുള്ള പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. പാറ കയറി വേണം ഈ ക്ഷേത്രത്തിലെത്താൻ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും പല്ലവ കാലഘട്ടത്തിൽ നിർമ്മിതി എന്ന് കരുതുന്നതുമായ ഒരു ചരിത്ര പ്രധാനമായ ഗുഹാക്ഷേത്രമാണിത്. പ്രധാന പ്രതിഷ്ഠ പാർവതി സമേതനായ അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള മഹാദേവനാണ്. കൂടാതെ വിഷ്ണു, ഗണപതി, ഭദ്രകാളി, നാഗരാജാവ്, നാഗയക്ഷി തുടങ്ങി ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. പ്രത്യേകിച്ചും മുഖമണ്ഡപത്തിലെ നന്ദികേശ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുപോന്നിട്ടുള്ള നന്ദികേശ പ്രതിഷ്ഠയാണിത്. ഇതിന്റെ പ്രത്യേകത എന്നത് ദേവന്റെ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ നിവേദ്യവും പൂജയും നന്ദികേശനും നടത്താറുണ്ട് എന്നുള്ളതാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. തെക്കൻ കേരളത്തിലെ പ്രമുഖ മഹാശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുത്താനാകുന്ന ഒരു ശിവക്ഷേത്രവുമാണിത്. അത്രയേറെ പഴമയും ഐതിഹ്യവും നിറഞ്ഞ ക്ഷേത്രമാണിത്. തിരുവിതാംകൂർ രാജഭരണത്തിനും വളരെ മുമ്പ് തന്നെ കേരളവും പാണ്ഡ്യദേശവും ഒരു പ്രവിശ്യയായി കിടന്നിരുന്ന കാലഘട്ടത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോടൊപ്പം പണി കഴിപ്പിച്ചെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് ഇത്. പഴമയെ വിളിച്ചറിയിക്കുന്ന രീതിയിലുള്ള ക്ഷേത്ര ഗോപുരവും കുളപ്പുരയും ക്ഷേത്ര കൽപ്പടവുകളും മുഖമണ്ഡപവും ഊട്ടുപുരയും ബലിക്കപുരയുമാണ് ഈ ക്ഷേത്രത്തിൻ്റെത്. അനന്തപത്മനാഭന്റെ പാദസ്പർശമേറ്റതും ചിത്രമെഴുത്ത് തമ്പുരാനായ രാജാ രവിവർമ്മയ്ക്ക് ജന്മം നൽകിയതുമായ തിരുവനന്തപുരം ജില്ലയിലെ മടവൂർ എന്ന ഗ്രാമത്തിലാണ് ഈ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്തപത്മനാഭന്റെ താന്ത്രിക പൂജാവിധി നിർവഹിക്കുന്ന തരണനല്ലൂർ പക്ഷം തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെയും താന്ത്രിക വിധി നിർവഹിക്കുന്നത്. ശ്രീ തരണനല്ലൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഇപ്പോഴത്തെ ക്ഷേത്രതന്ത്രി. അതുപോലെ തന്നെ 9-ാം നൂറ്റാണ്ടിലെ പല്ലവ കാലഘട്ടത്തിലെ ഗുഹാക്ഷേത്രമായതിനാൽ കേരളത്തിലെ അപൂർവം നന്ദികേശ പ്രതിഷ്ഠയുള്ള ഗുഹാക്ഷേത്രമായി പുരാവസ്തു വകുപ്പിന്റെ കീഴിലും ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ നോക്കാം. പൂജകൾ അർച്ചന, ദർശന പൂജ, ഉദയാസ്തമയ പൂജ എന്നിവയാണ്. ഹോമങ്ങൾ മൃത്യുഞ്ജയ ഹോമമാണ്. ആയുസ്സാരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോമം കഴിക്കുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേക വഴിപാടുകൾ: നന്ദികേശന് പാൽപ്പായസവും കദളിപ്പഴവും വെറ്റില എന്നിവയും. വിവാഹം നടക്കുന്നതിനും സന്താന പൂജയ്ക്കുമായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തി നാഗദേവതകൾക്ക് പാൽപ്പായസവും സർപ്പബലിയും കഴിക്കാറുണ്ട്. ഗണപതിക്ക് കടുംപായസവും ഒറ്റപ്പവും, ഭദ്രകാളിക്ക് കൂവളമാലയും രുദ്രാക്ഷമാലയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. പ്രദോഷം, മാസത്തിലെ തിരുവാതിര, ശിവരാത്രി, ആയില്യം എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല താലൂക്കിലെ ഒരു ഗ്രാമമാണ് മടവൂർ. വർക്കലയിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ കിഴക്കായാണ് ഈ മനോഹര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കിളിമാനൂരിലെ നിലമേൽ MC റോഡ്, പാരിപ്പള്ളി ദേശീയപാത എന്നിവയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് മടവൂർ ഗ്രാമം. ഇവിടെയാണ് ചരിത്ര പ്രാധാന്യമുള്ളതും പുരാതനവുമായ മടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രം നിലകൊള്ളുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.